Dear students, last video il nammal logic families inde familiarization and introduction okke nammal kandirunnu. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ലോജിക് ഫാമിലീസിന്റെ വേരിയസ് പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റർ. അതിനകത്ത് ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് VIL മാക്സ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ആ പാരാമീറ്റർ എന്ന് പറയുന്നത് VIL മാക്സ്. It is the low level input voltage. VIL max എന്ന് പറയുന്നത് എന്താണ്? Low level input voltage. So എന്താണ് low level input voltage എന്ന് പറയുന്നത്? It is the maximum voltage level required for a logic zero at an output. Okay. Sorry, at an input. ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടില് ലോജിക് സീറോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് ലെവൽ ആണ് എന്ത്? VIL മാക്സ് അല്ലെങ്കിൽ ലോ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഇതിൽ തന്നെ ഉണ്ട് നമ്മുടെ ഏതൊരു സർക്യൂട്ടിന്റെ ഇൻപുട്ടില് ഒരു ലോ ലെവൽ, അതായത് ലോജിക് സീറോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് ആണ് എന്ത്? VIL മാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ VOH മിനിമം. ഓക്കെ, VOH മിനിമം എന്ന് പറയുന്നത് ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. എന്താണ് ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഡെഫിനിഷൻ എഴുതി പോണേ. ഇറ്റ് ഈസ് ദ മിനിമം വോൾട്ടേജ് required for logic circuit output in the logical one state under defined logic അല്ലെങ്കിൽ defined load conditions. Okay, എന്താണ് പറയണത്? എന്താണ്? It is the minimum volt. ഇവിടെ മിനിമം കിടപ്പുണ്ട്. മിനിമം വോൾട്ട് required for obtaining a logic one. ഇവിടെ ലോജിക് വൺ ആണ് ഈ ഹൈ ലെവൽ. എവിടെ? ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടില് ലോജിക് വൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മിനിമം വോൾട്ടേജ് ആണ് എന്ത്? VOH മിനിമം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പാരാമീറ്റർ VOL മാക്സിമം. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ദ ലോ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് VOL മാക്സിമം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് level at the logic circuit output in the logical zero state under defined load conditions. ഒരു defined load conditions-ന്റെ കീഴില് ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടില് ലോജിക് സീറോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം വോൾട്ടേജ് ലെവൽ ആണ് എന്ത്? VOL മാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഒരെണ്ണവും കൂടിയുണ്ട്, VIH minimum. Okay, it is the high level input voltage ആണ്. It is the minimum voltage level required for a logical one at an output. Okay, നേരത്തെ പറഞ്ഞ പോലെ it is the minimum voltage level required for obtaining a logical one. High level ആണല്ലോ, so logical one at an input is called as high level input voltage എന്ന് പറയുന്നത്. And is defined by VIH minimum. Okay, അപ്പൊ നമ്മള് വോൾട്ടേജിന്റെ 4 പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തല്ലോ. ഇതിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഞാൻ ഈ പറഞ്ഞു പോയ ഡെഫിനിഷൻ തന്നെ എഴുതി വെച്ച് പോകണം കേട്ടോ. ഇനി നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് IIH. എന്താണ് IIH എന്ന് പറയുന്നത്? ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട് ആണ് എന്ത്? IIH എന്ന് പറയുന്നത്. ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട്. ദാറ്റ് ഇസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ടു ആൻ ഇൻപുട്ട് when a specified high level voltage is applied to that input. എന്താണ് ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത്? ഒരു ഇൻപുട്ടിലൂടെ, അതായത് നമ്മൾ ശരിക്കും ഒരു സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് ഒരു ഹൈ ലെവൽ വോൾട്ടേജ് ആ സർക്യൂട്ടിന് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് ആ ഇൻപുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ ലെവൽ ഇൻപുട്ട് കറണ്ട്. ഒന്നുകൂടി ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഇൻടു ആൻ ഇൻപുട്ട് when a specified high level voltage is applied to that input. Okay, ഇനി അടുത്ത എന്താണ്? IIL, that is low level input current. അങ്ങനെയാണെങ്കിൽ നേരത്തെ കൂട്ട് തന്നെ ഇതൊന്ന് ഡിഫൈൻ ചെയ്യാലോ. It is the current that flows into an input when a specified low level voltage is applied to that input. Okay,
എന്താണ് IAL എന്ന് പറയുന്നത് എന്താണ്? It is a low level input current ആണ്. So it is a current that flows into the input. നമ്മൾ ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് ഒരു സ്പെസിഫൈഡ് ലോ ലെവൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ലെവൽ ഇൻപുട്ട് കറണ്ട്. അടുത്തത് IOH എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ ലെവൽ ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഓക്കെ, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഇൻപുട്ട്, ഇറ്റ് ഇസ് ഔട്ട്പുട്ട്. ഓക്കെ, IOH എന്ന് പറയുന്നത് എന്താണ്? ഹൈ ലെവൽ ഔട്ട്പുട്ട് കറണ്ട് ആണ്. അതായത് ഇറ്റ് ഈസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം ആൻ ഔട്ട്പുട്ട്. ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് എന്ത്? ഹൈ ലെവൽ ഔട്ട്പുട്ട് കറണ്ട് ഇൻ ദ ലോജിക്കൽ വൺ സ്റ്റേറ്റ് അണ്ടർ സ്പെസിഫൈഡ് ലോഡ് കണ്ടീഷൻ. ഓക്കെ, അതായത് ഒരു സർക്യൂട്ടിൽ ഞാൻ ലോജിക്കൽ വൺ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർക്യൂട്ടിലൂടെ എന്തോരം ഔട്ട്പുട്ട് ഫ്ലോ ചെയ്യും, അതാണ് എന്ത്? IOH അല്ലെങ്കിൽ ഹൈ ലെവൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത്. അടുത്തത് IOL എന്ന് പറയുന്നത് എന്താണ്? ലോ ലെവൽ ഔട്ട്പുട്ട് കറണ്ട് ആണ്. ഇറ്റ് ഈസ് ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഫ്രം ആൻ ഔട്ട്പുട്ട് ഇൻ ദ ലോജിക്കൽ സീറോ സ്റ്റേറ്റ് അണ്ടർ സ്പെസിഫൈഡ് ലോഡ് കണ്ടീഷൻ. ഞാൻ ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിൽ ഒരു ലോജിക്കൽ സീറോ കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ടിലൂടെ എന്ത് കറണ്ട് ഫ്ലോ ചെയ്യും, ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയണത്? IOL എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് നമ്മുടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ്. അപ്പൊ നമുക്ക് ഓൾ ടുഗദർ 8 പാരാമീറ്റേഴ്സ് ഉണ്ട്. VIL മാക്സ്, VOL മാക്സ്, VIH മിനിമം, VOH മിനിമം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് വോൾട്ടേജ് പാരാമീറ്റേഴ്സും IIHും IILും IOHും IOLും. ഇത്രയാണ് നമ്മുടെ ബേസിക് കറണ്ട് പാരാമീറ്റേഴ്സ്. കൺഫ്യൂസ്ഡ് ആവരുത്. ആ എക്സ്പാൻഷനിൽ തന്നെ അല്ലെങ്കിൽ ആ ടേമിൽ നിന്ന് തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് കിട്ടും. ഓക്കെ, സ്ഥിരം എക്സാമിന് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, ഈ മോഡ്യൂളിന് ചോദിക്കുന്ന ഷോർട്ട് ആൻസറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ് അത് മനപ്പാടമായിട്ട് വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാൻ ഇന്നും ഫാൻ ഔട്ടും. രണ്ട് പാരാമീറ്റേഴ്സ് നമ്മൾ ക്ലബ് ചെയ്ത് പഠിക്കുകയാണ്. ഏതാണ്? ഫാൻ ഇൻ എന്താണ്, ഫാൻ ഔട്ട് എന്താണ്? FAN ഫാൻ സ്പേസ് IN ഫാൻ ഇൻ. ഓക്കെ, സോ ഫാൻ ഇൻ എന്ന് പറയുന്നത് ഒരു ഗേറ്റിന്റെ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ട് ആണ്. അല്ലെങ്കിൽ ഒരു ഗേറ്റിന്റെ ഇൻപുട്ട് സൈഡിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ മാക്സിമം നമ്പർ ഓഫ് ഇൻപുട്ട് ആണ് എന്ത്? ഈ പറയുന്ന ഫാൻ ഇൻ. അതിനെ എനിക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. It is the number of inputs a gate is designed to handle. ഒരു ഗേറ്റില് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന number of input that a gate is designed to handle without affecting its normal operation. അതിന്റെ ഒരു ഗേറ്റിന്റെ നോർമൽ ഓപ്പറേഷൻ കൂടെ അഫക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഗേറ്റിന്റെ നോർമൽ ഓപ്പറേഷനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് അതിന്റെ ഇൻപുട്ടില് എത്ര ഇൻപുട്ട് മാക്സിമം കൊടുക്കാൻ പറ്റും, ആ നമ്പർ ഓഫ് ഇൻപുട്ട് ആണ് എന്ത്? ഫാൻ ഇൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിമിലർലി ഫാൻ ഔട്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്പുട്ട്സ് a gate is designed to handle without affecting its normal operation. ഒരു സർക്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു ഗേറ്റിന്റെ നോർമൽ ഓപ്പറേഷനെ അഫക്ട് ചെയ്യാതെ ആ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന് എത്ര ലോഡ്സിനെ അല്ലെങ്കിൽ എത്ര ഔട്ട്പുട്ട്സിനെ താങ്ങാൻ പറ്റും, അതാണ് എന്ത്? ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനൊക്കെ വേണമെങ്കിൽ ഒരു ഫിഗർ വരയ്ക്കാം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ആൻഡ് ഗേറ്റ് വരയ്ക്കുക. 1 സെക്കൻഡ്, ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗേറ്റ് വരയ്ക്കാം. ഞാനിപ്പോ ആൻഡ് ഗേറ്റ് എടുത്തെങ്കിൽ ആൻഡ് ഗേറ്റിന്റെ ഇത് ഔട്ട്പുട്ട് എന്ന് നമുക്കറിയാം. ഇതെന്താണ്? അതിന്റെ ഇൻപുട്ട് ആണ്. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാൻ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് എടുത്തെന്ന് വെച്ചു. ദിസ് ഇസ് I1, അങ്ങനെ ഇത് നിങ്ങൾക്ക് I2, അങ്ങനെ I3, I4. ഓക്കെ,
അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ ഇതിന്റെ നോർമൽ വർക്കിംഗ് ഓപ്പറേഷനെ എഫക്ട് ചെയ്യാതെ നമുക്ക് എത്ര ഇൻപുട്ട് കൊടുക്കാൻ പറ്റും? 4 ഇൻപുട്ട്. ഇതിനെയാണ് നമ്മൾ ഫാൻ ഇൻ എന്ന് പറയുന്നത്. സിമിലർലി ഇനി നമ്മളൊരു ഫാൻ ഔട്ടിന്റെ കൺസെപ്റ്റ് എടുത്തെന്ന് വെച്ചോ. ഫാൻ ഔട്ട് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പൊ ഒരു 2 ഇൻപുട്ട് കൊടുത്തെന്ന് വെച്ചോ. ഡിപ്പെൻസ്. ഇതിപ്പോ ഒരു ഗേറ്റിന്റെ കേസാണ്. ചിലപ്പോ ഗേറ്റ്സിന്റെ കുറച്ച് വേറെ ഒരു ലോജിക് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടില് ഈ നോർമൽ ഓപ്പറേഷനെ ഡിസ്റ്റർബ് ചെയ്യാതെ എനിക്കൊരു പക്ഷേ ഈ ഗേറ്റ് ഇതേ ഇങ്ങനെ എടുത്തിട്ട് ഈ ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ ഇതേ ഇവിടെ ഒരു നോട്ട് കൊടുക്കാലോ, അല്ലേ? സോ ഇങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാലോ. സോ ഇതെടുത്ത് എനിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ സൈഡ്, ഓക്കെ, ഇതിന്റെ നോർമൽ ഓപ്പറേഷൻ അഫക്ട് ചെയ്യാതെ ഔട്ട്പുട്ടിന് എത്ര ഗേറ്റ്സ് അല്ലെങ്കിൽ എത്ര ലോഡാണല്ലോ പറയണത്, ഇല്ലേ? എത്ര ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ലോഡാണ്. ഈ പറയുന്ന ഇൻവെർട്ടർ ലോഡായിട്ട് അങ്ങ് എഴുതാൻ പോരെ. അങ്ങനെയാണെങ്കിൽ എത്ര ലോഡ്സിനെ ഇതിന് ബെയർ ചെയ്യാൻ പറ്റും? ഇതാണ് എന്ത് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ആണ് നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. സോ എന്താണ് നോയ്സ് മാർജിൻ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച വോൾട്ടേജ് പാരാമീറ്റേഴ്സിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് വോൾട്ടേജ് പാരാമീറ്റേഴ്സിനെ നമ്മൾ ആ ലോജിക്കൽ സ്റ്റേറ്റ്സിന്റെ ടേംസിലൊന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ദിസ് ഇസ് ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ച്. നമുക്കറിയാവുന്ന 4 വോൾട്ടേജ് പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് VOH മിനിമം, VOL മാക്സിമം, ഇല്ലേ? ഔട്ട്പുട്ടിന്റെ വോൾട്ടേജ് ഏതൊക്കെയായിരുന്നു? VOH മിനിമവും പിന്നെ VOL മാക്സിമവും ആയിരുന്നു, അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കറസ്പോണ്ടിങ് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ആ ഡെഫിനിഷന്റെ ബേസിസിൽ VOL മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം വോൾട്ടേജ് ലെവൽ, അല്ലേ? മാക്സിമം വോൾട്ടേജ് ലെവൽ അറ്റ് ദ ലോജിക് സർക്യൂട്ട് ഔട്ട്പുട്ട് ഇൻ ദ ലോജിക്കൽ സീറോ സ്റ്റേറ്റ്. അതായത് ലോജിക്കൽ സീറോ സ്റ്റേറ്റ്, ഇത് ലോജിക് സീറോയും ഇത് ലോജിക് 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ലോജിക്കൽ സീറോ സ്റ്റേറ്റിലുള്ള മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എന്ത്? VOL മാക്സ്. ഓക്കെ, സിമിലർലി VOH മിനിമം എന്താണ്? ലോജിക്കൽ 1 സ്റ്റേറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഔട്ട്പുട്ടിലുള്ള ഏറ്റവും മിനിമം വോൾട്ടേജ് ആണ് എന്ത്? VOH മിനിമം. ഓക്കെ, സിമിലർലി നമ്മൾ ഇത് എടുക്കുവാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് എടുക്കുവാണെങ്കിൽ അവിടെയും ലോജിക് സീറോയും ലോജിക് 1ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ VIL മാക്സും VIH മിനിമവും ഉണ്ട്. അതിനകത്ത് VIL മാക്സ് എന്താണ്? ലോജിക്കൽ സീറോ കണ്ടീഷനിലുള്ള മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് ആണ് എന്ത്? VIL മാക്സ്. അങ്ങനെയാണെങ്കിൽ ഈ VIH മിനിമം എന്താണ്? ലോജിക്കൽ 1 കണ്ടീഷനിലുള്ള മിനിമം ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ വെച്ചിട്ട് 4 ടേംസും നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുമല്ലോ. അതിനകത്ത് ഇതാണ് ഈ ലോജിക് സീറോയിലുള്ള മാക്സിമം വോൾട്ടേജ് ലെവൽ ആണ് VIL. ലോജിക് 1ലുള്ള ഇൻപുട്ടിലുള്ള ലോജിക്കൽ 1 വരുന്ന സമയത്ത് ഇൻപുട്ടിലുള്ള മിനിമം വോൾട്ടേജ് ആണ് എന്ത്? VIH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നോയ്സ് മാർജിൻ എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് VIL മാക്സിന്റെ ഈ ലെവലും VOH മാക്സിന്റെ ഈ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? VNL, അതായത് ലോ നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. VNL എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോ ലെവലിലുള്ള നോയ്സ് മാർജിൻ ആണ് VNL എന്ന് പറയുന്നത്. അതിന്റെ ലോവർ ലിമിറ്റ്, നോയ്സ് മാർജിന്റെ ലോവർ ലിമിറ്റ് ആണ്. അതെങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? VNL ഈക്വൽ ടു VIL, ഏറ്റവും ഹയസ്റ്റ് ഏതാണ്? VIL മാക്സ് മൈനസ് VOL മാക്സ്. ശരിയായല്ലോ? സിമിലർലി നമുക്ക് VNH എന്ന് പറയുന്നത് VOH മിനിമം മൈനസ് VIH മിനിമം തമ്മിലുള്ള ഈ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ ഷോർട്ട് എങ്ങനെ പറയാൻ പറ്റും? VNH ഉം എഴുതാൻ പറ്റി, VNL ഉം എഴുതാൻ പറ്റി. ഓക്കെ, ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് നോയ്സ് മാർജിന്റെ കറസ്പോണ്ടിങ് പാരാമീറ്റേഴ്സ് ആണ്. അതായത്
വി എൻ എൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് നോയിസ് മാർജിനും വി എൻ എൽ എന്ന് പറയുന്നത് ലോവസ്റ്റ് നോയിസ് മാർജിനും ആണ്. ഇൻ ഷോർട്ട് നമുക്ക് നോയിസ് മാർജിൻ എന്ന് പറയുന്നത് it is the noise a system, it is a maximum noise a system can accumulate without affecting the functionality of the device. Okay, so എന്താണ് noise margin എന്ന് പറയുന്നത്? The noise margin is the maximum noise a system can accumulate without affecting the functionality of the particular digital circuit. അല്ലേ? ഒരു particular digital circuitന്റെ വർക്കിംഗിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ എത്രത്തോളം നോയ്സിന് അത് താങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം നോയ്സിനെ ഒരു ലോജിക് സർക്യൂട്ടിന് താങ്ങാൻ പറ്റുമോ, അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? നോയ്സ് മാർജിൻ. ദാറ്റ് ഇസ് സർക്യൂട്ട് എബിലിറ്റി ടു ടോളറേറ്റ് നോയ്സ് വോൾട്ടേജസ് അറ്റ് ദ ഇൻപുട്ട്. ഓക്കെ, സോ എന്താണ് നോയ്സ് മാർജിൻ എന്നുള്ള ഡെഫിനിഷൻ ആയല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. എന്താണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്നുള്ളത് നോക്കാം. പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് it is the, ഞാൻ ആ ഡെഫിനിഷൻ ഒന്ന് ആദ്യം പറയാം. The propagation delay is the time required for the output to respond to a change in the input. ഒരു സർക്യൂട്ട് എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഒരു നോട്ട് ഗേറ്റ് എടുത്ത് ഇൻവെർട്ടർ സർക്യൂട്ട് ആണ്. അപ്പൊ ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിൽ ഞാൻ ഒരു 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 1 വരണം എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടില് 1 വരാൻ എടുക്കുന്ന ടൈമിനെ ആണ് എന്ത് നമ്മൾ പറയണത്? പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയണത്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെർട്ടറിന്റെ കേസിൽ ഞാൻ ഒരു ഇൻപുട്ട് കൊടുത്ത ആ മൊമെന്റ്, അതായത് ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ ലോജിക് അല്ലെ. സോ ഈ ഇൻവെർട്ടറിൽ ഞാൻ ഒരു 0 കൊടുത്ത അതേ മൊമെന്റിൽ തന്നെ ഇവിടെ 1 വരുമോ? ഇല്ല. ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ട് മാത്രമേ ഔട്ട്പുട്ടിൽ 1 വരുള്ളൂ. അതിന് അക്രോസ് ആയിട്ട് ഒരു ടൈം ലാഗ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ ടൈം ലാഗ് ആണ് എന്ത് പറയണത്? നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇവിടെ കറസ്പോണ്ടിങ് ആ വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻപുട്ടിൽ 0 കൊടുത്ത് 0ന്ന് 1, അതായത് 0ന്ന് ഇനിഷ്യലി ഇവിടെ ഇൻപുട്ട് 0 ആയിരുന്നു ഈ ഇൻവെർട്ടറിന്റെ കേസിൽ. ഓക്കെ, ഈ 0 ഞാൻ എന്ത് ചെയ്തു? 1 ആക്കി. അപ്പൊ ഇവിടെ 0 ആയിരുന്ന സമയത്ത് ഈ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് 1 ആവുന്നെന്ന് അസ്യൂം ചെയ്യാം. ഇനി ഈ 0 ഞാൻ 1 ആക്കി. ഈ 0 1 ആക്കുമ്പോൾ ഞാൻ സ്റ്റഡി ആയിട്ട് ഒറ്റ ട്രിപ്പിൽ അത് 1 ആക്കുകയല്ല ചെയ്യുന്നത്. 0 ഞാൻ പതുക്കെ 0.1, ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് പറയണതാണ്. 0.1, 0.2 ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ 1 ആവത്തില്ല, പകരം ചെറുതായിട്ട് കൂട്ടി 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 നമ്മൾ എന്ത് ചെയ്യും? അത് 1ൽ കൊണ്ട് എത്തിക്കും. ഓക്കെ, അപ്പൊ ഇൻ ബിറ്റ്വീൻ ഈ പോയിന്റും ഇടയിൽ എന്തുണ്ടാവും? ഒരു ചെറിയ ഡിലേ ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ ഇതാണ് എന്ത്? നമ്മുടെ 0ക്കും 1ന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പഗേഷൻ ഡിലേ ഇതല്ല. ഇങ്ങനെ ഈ ഡിലേയുടെ ഇടയിൽ, അതായത് ഞാൻ ഇവിടെ 0 കൊടുത്ത മൊമെന്റില് ഉടനെ ഇവിടെ എന്താവില്ല? ഇവിടെ ഇൻപുട്ടിൽ 0 ആയിരുന്നു, ഇവിടെ 1 ആയി. ഈ 0 1ലേക്ക് ചേഞ്ച് ചെയ്ത ആ മൊമെന്റില് ഉടനെ ഇവിടെ എന്താവില്ല? തിരിച്ച് 0ലേക്ക് പോവില്ല. അതൊരു ചെറിയ ഡിലേക്ക് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 0ലേക്ക് പോവുള്ളൂ. അത് ത്രൂ ഔട്ട് എൻറ്റയർ ഡ്യൂറേഷൻ എന്ത് ചെയ്യും? അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഡിലേനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊപ്പഗേഷൻ ഡിലേ തന്നെ നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതെന്ന് പറയുന്നത് TPHL ഉം TPLH. ഇനി എന്താണ് TPHL ഉം TPLH? ഓക്കെ, ഇനി TP എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. P stands for propagation and T stands for time ആണ്. ടൈമിന്റെ ഇൻവേഴ്സ് ടൈം തന്നെയാണല്ലോ നമ്മൾ ഡിലേ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ TP റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? പ്രൊപ്പഗേഷൻ ഡിലേ ആണ്. ഓക്കെ, ഇനി TPLH എന്ന് പറയുന്നത് TPLH എന്ന് പറയുന്നത് ലോയിൽ നിന്നും ഇറ്റ് ഈസ് ദ ഡിലേ ടൈം measured when the output is changing from logical 0 to logical 1 state. Logical 0ൽ നിന്നും logical 1 സ്റ്റേറ്റിന്റെ 50% അറ്റൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? TPLH എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ TPHL എന്ന് പറയുന്നത് എന്താണ്? TPHL എന്ന് പറയുന്നത് ലോജിക്കൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ 1ൽ നിന്നും ലോജിക്കൽ 0യിലേക്ക്, ലോജിക്കൽ 1ൽ നിന്നും ലോജിക്കൽ 0യുടെ 50%.
അവിടെയുള്ള അല്ലെങ്കിൽ അവിടം വരെ എത്താൻ എടുക്കുന്ന പ്രൊപ്പഗേഷൻ ഡിലേ ആണ് എന്ത് TP-HL എന്ന് പറയുന്നത്. And the total propagation delay TPD, that is the total propagation delay, can be represented as TP-HL plus TP-LH divided by 2. രണ്ടിന്റെയും കൂടെ ആവറേജ് എടുക്കണം. ഓക്കെ, ഇതാണ് എന്ത് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പാരാമീറ്റർ ആണ് ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത്. The transitions between high and low voltage levels have non-zero rise and fall times, and these times are called as transition time. എന്താണ് ഹൈക്കും ഹൈ ലെവൽ വോൾട്ടേജും ലോ ലെവൽ വോൾട്ടേജും തമ്മിൽ ഉള്ള ട്രാൻസിഷനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടെ രണ്ട് കാറ്റഗറിയുടെ ഡിവൈഡ് ചെയ്യാം. റൈസ് ടൈമും ഫോൾ ടൈം എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി the time required for a signal to rise from 10% to 90% of the final value is called as rise time. എന്താണ് റൈസ് ടൈം എന്ന് പറയുന്നത്? ഒരു സിഗ്നലിന്റെ അല്ലെങ്കിൽ ഒരു ഫൈനൽ വാല്യൂ, ഇത് ഇൻപുട്ട് ആണെങ്കിൽ അതിന്റെ ഫൈനൽ വാല്യൂ ഇതാണല്ലോ. ആ ഫൈനൽ വാല്യൂവിന്റെ 10%ൽ നിന്നും 90% ഓഫ് ദിസ് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ 10%ൽ നിന്നും 90%ലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയണത്? റൈസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സിമിലർലി ഫോൾ ടൈം എന്ന് പറയുന്നത് തിരിച്ചു പറയാം. 90%ൽ നിന്നും അതിന്റെ ഫൈനൽ വാല്യൂ 1ൽ നിന്ന് 0ലേക്ക് വരുന്ന സമയത്ത് ഫോൾ ടൈം എന്താണ്? 90% ഓഫ് ദ ഫൈനൽ വാല്യൂവിൽ നിന്നും 10% ഓഫ് ദ വാല്യൂയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോൾ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. റൈസ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഇൻക്രീസ് ചെയ്യുക, ഫോൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡിക്രീസ് ചെയ്യുക. ഈ രണ്ട് പാരാമീറ്റേഴ്സ്. ഓക്കെ, സോ ഈ ഒരു റീസൺ കാരണം ഡിലേ ടൈം എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി മെഷർ ചെയ്യുന്നത് വിത്ത് റെഫറൻസ് ടു ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് റൈസ് ടൈമും ഫോൾ ടൈമും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് കാരണം. നെക്സ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് പവർ കൺസംഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ പവർ ഡിസിപ്പേഷൻ എന്നും പറയാം. സോ പവർ ഡിസിപ്പേഷൻ, ഒരു ഗേറ്റിന്റെ കേസിലുള്ള പവർ ഡിസിപ്പേഷൻ എനിക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: PD equal to VCC into ICC average by N, where N is the number of branches. That is the power required by the gate to operate 50% of duty cycle. അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന? പവർ ഡിസിപ്പേഷൻ അല്ലെങ്കിൽ പവർ കൺസംഷൻ എന്ന് പറയുന്നത്. ഇനി തിയോററ്റിക്കലി power consumption determines heat dissipation and energy consumption. Power influences design decisions such as packaging and cooling, width of the supply lines, power supply capacity, and number of transistors integrated on a single chip. Power requirements make high density bipolar ICs impossible. That is feasibility, cost, reliability. Okay, ഈ പാരാമീറ്റേഴ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഒരു പാരാമീറ്ററും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. The power delay product എന്ന് പറയുന്നത് it is a figure of merit correlated with the energy efficiency of a logic gate or logic family. എന്താണ് പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? നോട്ട് ചെയ്തെടുത്തോണം. It is the figure of merit correlated with the energy efficiency of a logic gates or logic family. ഒരു ലോജിക് ഗേറ്റിന്റെ എനർജി എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിഗർ ഓഫ് മെറിറ്റ് ആണ് എന്ത്? പവർ ഡിലേ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. Also known as switching energy. ഇതിനെ നമുക്ക് എന്തും പറയാം? സ്വിച്ചിങ് എനർജി എന്ന് പറയാം. It is a product of power consumption that is averaged over a switching element times the input output delay or a duration of a switching element. It has the dimension of energy and measures the energy consumed per switching element. Okay, so ഇത്രയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. ഏറെക്കുറെ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം. കറണ്ട് ആൻഡ് വോൾട്ടേജ് പാരാമീറ്റേഴ്സ്, നോയ്സ് മാർജിൻ, ഫാൻ ഇൻ ഫാൻ ഔട്ട്, പ്രൊപ്പഗേഷൻ ഡിലേ, ട്രാൻസിഷൻ ടൈം, പവർ കൺസപ്ഷൻ, പവർ ഡിലേ പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഡെഫിനിഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഡെഫിനിഷൻ ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന അതേപോലെ തന്നെ നോട്ടിൽ എഴുതി എടുത്തേക്കണം. ഓക്കെ,
താങ്ക് യു.